ധനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ തമിഴ് മാന്ത്രികകൽപ്പം എന്നുള്ള അധ്യായത്തിലേക്ക് കിടക്കണം. 15-ാമത്തെ അധ്യായം മലയാള മാന്ത്രിക ആശാൻ എന്ന തമിഴ് ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്. 1. പുരുഷവശ്യം. പേയന്തിയില, കൊട്ടൈ കരന്തിയില ഇവ രണ്ടും ശരിയായ വിധം കാപ്പ് കെട്ടി പറിച്ചു കൊണ്ടുവന്ന് പേയ്ക്കറുപ്പൻചാറിൽ അരച്ച് ഗുളികയാക്കി ഉലർത്തി വെച്ച് പെണ്ണിൻ്റെ ഇടതുകാൽ പെരുവിരൽ രക്തത്തെ വീഴ്ത്തി കുഴച്ച് പുരുഷന് കൊടുത്താൽ അയാൾ സ്ത്രീക്ക് വശമാകും. കൈകണ്ടത്. 2. സ്ത്രീവശ്യം. മേൽപ്പറഞ്ഞ ഗുളികയിൽ പുരുഷൻ്റെ വലത് പെരുവിരൽ രക്തം ചേർത്ത് കുഴച്ച് പെണ്ണിന് കൊടുത്താൽ സ്ത്രീ പുരുഷന് വശമാകും. 3. ലക്ഷ്മി ഉപാസനാവിധി. വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്ത് മഞ്ഞൾ നൂലിനാൽ കൃഷ്ണതുളസിക്ക് കാപ്പുകെട്ടി പൊങ്കലിട്ട് ചാമ്പയ്ക്ക, പൂശണിക്കായ്, കുമ്പളങ്ങ അല്ലെങ്കിൽ പെരും പൂശണിക്കായ് ബലിയിട്ട് ധൂപം കാട്ടി മേൽപ്പറഞ്ഞ തുളസിയുടെ വടക്കോട്ട് പോണ വേര് പറിച്ചു കൊണ്ടുവന്ന് പട്ടുനൂലിനാൽ ചുറ്റി താഴെ പറയുന്ന മന്ത്രത്തെ 1008 ഉരു ജപിച്ച് തങ്കം അല്ലെങ്കിൽ വെള്ളിത്തായിട്ട് ചെയ്ത് ഏലസൂട് അതിനുള്ളിൽ വെച്ച് മുൻ കയ്യിൽ കെട്ടിക്കൊള്ളണം. മൂലമന്ത്രം: ഓം ശ്രീം ആകാശലക്ഷ്മി ഭൂലോകലക്ഷ്മി പാതാളലക്ഷ്മി ശ്രീം റീം ക്ലീം അവ്വും ഉവ്വും സവ്വും നമ ശിവായ. ഈ വിധം 1008 വീതം 3 ദിവസം ജപിച്ചാൽ സിദ്ധിയാകും. ഫലം: നാം ഏത് വസ്തുവിനെയും കൈകൊണ്ട് തൊട്ടുവിട്ടു പോരുക. ആ വസ്തു ഏത് സ്ഥലത്തിരുന്നാലും അത് വേണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ അത് കൊണ്ടുവന്ന് കിട്ടും. 10 പേർക്ക് വേണമെന്ന് വിചാരിച്ചാലും കിട്ടും. അവർക്കത് കൊടുക്കാം, എന്നാൽ നാം ഉപയോഗിക്കാൻ പാടില്ല. 4. സകല ദോഷ നിവൃത്തിക്ക്. ശാപനിവൃത്തി വരുത്തി കൊണ്ടുവന്ന വെള്ളരിക്കിൻ്റെ വേരിനെ കുളശമാടി കെട്ടുകൊണ്ടാൽ സകല ദോഷങ്ങളും തീരും. സകല കാര്യങ്ങൾ സിദ്ധിയാക്കാൻ ചിദംബര ചക്രം വെള്ളരിക്ക് കൊണ്ടുണ്ടാക്കിയ വിനായക രൂപം വെച്ച് കാലത്തും രാത്രിസന്ധ്യയിലും 2 നേരവും തെറ്റാതെ ഗുരുവിനാൽ നൽകപ്പെട്ട 51 അക്ഷരത്തെയും ജപിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷസമയം കൊണ്ട് 5 ദിവസം. ഏതുവിധമായ പേയും പിശാചുക്കളും ഈ സാധന കണ്ടാൽ ഓടും. ആ മന്ത്രം ജപിച്ച ഭസ്മം ധരിച്ചു ചെന്നാൽ കഴിഞ്ഞ പക്ഷത്തിൽ നടക്കാതെ പോയ കാര്യങ്ങളും നടക്കും. കൈകണ്ടത്. അതിനാൽ നല്ല ഭയഭക്തിയോടെ ആശാനിൽ നിന്നും മന്ത്രം വാങ്ങി ജപിക്കണം. കട്ടികൾ ഉടയുവാൻ. സകലവിധമായ കട്ടികൾക്കും വെള്ളരിക്കൻ ഇലയെ അരച്ച് പുരട്ടണം. ആ കട്ടികൾ ഉടഞ്ഞു പോകും. അഞ്ജനം ചെയ്യുന്ന വിധം: വെള്ളരിക്കൻ ഇലയെ നിഴലിൽ ഉണക്കി പൊടിയാക്കി വസ്ത്രകായം ചെയ്ത് വെള്ളലിയിൽ കുരുവിനാൽ അരച്ച് ശീലിൽ പരത്തി നിഴലിൽ ഉണക്കി തിരിയാക്കി അകലിൽ വെച്ച് വിളവാലിൽ നെയ്യ് ഊറ്റി കൊളുത്തി അതിൽ എഴുമ്പും പുകയെ പുതുചട്ടിക്ക് ആലാക്കുരുവിയുടെ കൊഴുപ്പിനെ തടവി കായാൻ വെച്ച് അതിൽ മേൽപ്പറഞ്ഞ പുകയെ പിടിപ്പിച്ച് ആ കരിയെ ഒരു ചെപ്പിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ വിറ്റലിൽ തടവി നല്ലെണ്ണയിൽ കൊളുത്തിയ വിളക്കിൽ വെളിച്ചത്ത് നോക്കുക. സകല കാര്യങ്ങളും നല്ലതായി കാണാം, മഹാത്ഭുതമായി തോന്നും. പേയ് പിശാചുക്കൾക്ക് വിലക്ക്. വെള്ളരിക്കൻ നാരിനെ കയറാക്കി പിരിച്ച് അതിന് 21 മുടികൾ ചേർത്ത് വയനമഷി എന്ന് ജപിച്ച് കെട്ടിയാൽ ഒരു പക്ഷത്തിനകം ഏതുവിധ പേയ്കളും പോയിവിടും, പുതിയത് വരികയുമില്ല. സർവവശ്യമന്ത്രം. വെള്ളരിക്കൻ പലകയിൽ യനമ ശിവ എന്ന് വരച്ച് പൂജയിൽ വെച്ച് ജപിച്ചുകൊണ്ട് വരും പക്ഷത്തിൽ സകല കാര്യങ്ങളും കയ്യിൽ വരും, ലക്ഷ്മി കടാക്ഷവും ഉണ്ടാവും. മറ്റൊരുവിധ വശ്യം. കൊട്ടക്കരന്ത ചെടിയെ ഞായറാഴ്ച കാലത്ത് നിയമനിഷ്ഠയോടുകൂടി പറിച്ചെടുത്ത് ആ വേര് പേയ്ക്കറുപ്പൻ ചാറിൽ അരച്ച് ഗുളികയാക്കി നിഴലിൽ ഉലർത്തി വെച്ച് സ്ത്രീകൾക്ക് അണയി വണങ്ങി ചാറിലും പുരുഷന്മാർക്ക് നാദത്തിലും നനച്ചു കൊടുത്താൽ വശ്യമാകും. കുട്ടിച്ചാത്തൻ വശ്യം. ഒരു 4 വിരൽ ചതുരത്തിലുള്ള തകിടിൽ ചക്രത്തെ വരച്ച് ഓം റീം ബാബ എന്നും പ്രണവത്തെ ഉള്ളേ അടച്ച് ഐങ്കോലും ഐങ്കായം ചുടലക്കുരു ഈ 3 ഈ തകിടിൽ തടവി പൂജിച്ച് അത് പൂർത്തിയാക്കി ബലി കൊടുക്കണം, സിദ്ധിയാകും. പൂജാക്രമം. ശുദ്ധമായ അറയിൽ ചാണകം മെഴുകി ചക്രം വരച്ച് അതിലിരുന്ന് മുന്നിൽ മുമ്പ് എഴുതിയ തകിട് വെച്ച് ആ തകിടിൽ മഞ്ഞൾ കുങ്കുമം ചാർത്തി ചുവന്ന പുഷ്പം സമർപ്പിച്ച് സാമ്പ്രാണി കൊളുത്തി ധൂപദീപം ചെയ്ത് നിവേദ്യമായി കള്ള് മാംസം എന്നിവ വെച്ച് താഴെ കാണുന്ന മൂലമന്ത്രത്തെ ജപിച്ചുകൊണ്ടിരിക്കും. കുട്ടിച്ചാത്തൻ പ്രസന്നായി നീ വിചാരിക്കുന്ന കാര്യം നിറവേറ്റും. മൂലമന്ത്രം: ഓം ഇറീം കുട്ടിച്ചാത്തൻ വാവ വശി സ്വഹ. 1,08,000 ജപം. ഫലം: സകല കാര്യത്തിൽ അനുകൂലമാകും. എതിരിടുന്നവരെല്ലാം വണങ്ങും. വലിയ പേരുള്ളയാളെ നാട് മുഴുവൻ അംഗീകരിക്കും. നമഃ ശിവായ.